എല്ലാവർക്കും ഗെയിമിംഗ് അപ്ഡേറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കാര്യമായിട്ടുള്ള ഒരു ഗെയിമിംഗ് അപ്ഡേറ്റ്സ് ഒന്നും ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഇടാണ്ടിരുന്നത്. ആകെ ഉണ്ടായിരുന്ന കുറേ ഗെയിമിംഗ് റിലീസ് മാത്രമായിരുന്നു. അതെല്ലാം ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും അത്ര വലിയ ഗെയിമിംഗ് അപ്ഡേറ്റ്സോ ന്യൂസോ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും കുറച്ച് ന്യൂസ് ഉണ്ട്, അതെല്ലാം ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പ്ലേ സ്റ്റേഷൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങാം. ഇതൊക്കെയാണ് പ്ലേ സ്റ്റേഷൻ പ്ലസിൻ്റെ മന്ത്ലി ഗെയിംസ്. ഇതിൽ സ്ട്രേ അത്യാവശ്യം നല്ലൊരു ഗെയിമാണ്. ബാക്കി രണ്ടും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. എന്തായാലും PS Plus ഉള്ളവർക്ക് ഈ ഗെയിംസ് എല്ലാം അവൈലബിൾ ആണ്. GTA 6ൻ്റെ റിലീസ് ഡേറ്റ് വീണ്ടും ഡിലേ ആക്കിയിട്ടുണ്ട്. ഇനീഷ്യലി ഇക്കൊല്ലമായിരുന്നു അതിനൊരു റിലീസ് പ്ലാൻ ചെയ്തത്. പിന്നീട് അത് അടുത്ത വർഷം മെയ്യിലോട്ട് മാറ്റി. എന്നാൽ ഇപ്പോൾ വീണ്ടും മെയ്യിൽ നിന്ന് മാറ്റിയിട്ട് അടുത്ത വർഷം നവംബറിലോട്ടാണ് അതിൻ്റെ ഒരു റിലീസ് ഡേറ്റ് കൺഫേം ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒരു റീസ് അവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒന്ന് അതിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് എല്ലാം വരുത്താനും, മറ്റൊന്ന് ഈ ഒരു ഗെയിമിൻ്റെ ഡെവലപ്പേഴ്സിൻ്റെ ഓവർ വർക്കും വർക്ക് പ്രഷറെല്ലാം ഒന്ന് കുറക്കാനും കൂടിയിട്ടാണ് ഈ ഒരു ഡിലേ അവർ കൊണ്ടുവന്നത്. ഒട്ടുമിക്ക ഫാൻസും നല്ല രീതിയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് റോക്സ്റ്റാറിനെ ഇങ്ങനെ ഡിലേ ചെയ്യുന്നത്. അത് കൂടാണ്ട് പലരുടെയും ഒരു എക്സൈറ്റ്മെന്റ് എല്ലാം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പേഴ്സണലി എൻ്റെ എക്സൈറ്റ്മെന്റ് ഒട്ടും കുറഞ്ഞിട്ടില്ല. ശരിയാണ്, ഡിലേ ആക്കിയതിൽ കുറച്ച് വിഷമെല്ലാം ഉണ്ട്. ബട്ട് സ്റ്റിൽ റോക്സ്റ്റാർ ആണ് ആൻഡ് ഐ ട്രസ്റ്റ് ദം. അതിൻ്റെ മെയിൻ റീസൺ തന്നെ അവരുടെ ഗെയിമിംഗ് ലൈനപ്പാണ്. അവർ ഇറക്കിയ ഒട്ടുമിക്ക ഗെയിംസ് ഞാൻ കളിച്ചിട്ടുണ്ട്. പണ്ടത്തെ ഗെയിം മുതൽ എല്ലാ ഗെയിമിലും ഒരു മിനിമം ക്വാളിറ്റി, ഒരു മിനിമം സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ പല ഗെയിംസും ഇപ്പോഴും എൻ്റെ ഒരു ഫേവറേറ്റ് ഗെയിമിംഗ് ലിസ്റ്റിൽ വരെ ഉണ്ട്. ലൈക്ക് മാക്സ് പെയിൻ, ബുള്ളി, റെഡ് റിഡംഷൻ, പിന്നെ മിഡ് നൈറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് PSPയിൽ ഒരു ഗെയിം ഉണ്ടായിരുന്നു, ഒരു റേസിങ്ങിൻ്റെ. അത് കൂടാണ്ട് ഓഫ് കോഴ്സ് നമുക്കറിയാം GTA സീരീസ്. എന്തായാലും ഇപ്പോൾ നവംബറിൽ റിലീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതിന് വീണ്ടും ഡിലേ ആവുകയുള്ളൂ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം. ഇത്രയും കാലമായിട്ട് ഗെയിമിംഗ് അവാർഡ്സ് യൂട്യൂബ്, ട്വിച്ച്, എക്സ്, ടിക്ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ ഫ്രീ ആയിട്ടായിരുന്നു സ്ട്രീം ചെയ്തിരുന്നത്. എന്നാൽ ഈ വർഷം മുതൽ Amazon പ്രൈമിലായിരിക്കും ഇത് സ്ട്രീം ചെയ്യുക. അതുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്ക് മാത്രമായിരിക്കും ഇത് കാണാൻ പറ്റുക. ജപ്പാനിൽ വെച്ചിട്ടായിരുന്നു സോണി പ്ലേ സ്റ്റേഷൻ്റെ ലേറ്റസ്റ്റ് സ്റ്റേറ്റ് ഓഫ് പ്ലേ ഇവന്റ് നടത്തിയത്. ആ ഒരു ഇവന്റിൽ വെച്ചിട്ടായിരുന്നു പ്ലേ സ്റ്റേഷൻ്റെ മോണിറ്റർ അവർ റിവീൽ ചെയ്തത്. 2026 ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കറന്റ് US-ലും ജപ്പാനിലാണ് ലോഞ്ച് ചെയ്യുക. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും വേൾഡ് വൈഡ് റിലീസ് ഉണ്ടാവുക. 27 ഇഞ്ച് വിത്ത് QHD IPS ഡിസ്പ്ലേ ആണ് വരുന്നത്. പ്ലേ സ്റ്റേഷൻ കണക്ട് ചെയ്യുമ്പോൾ എന്തായാലും 120 FPS കിട്ടുള്ളൂ. കാരണം പ്ലേ സ്റ്റേഷൻ കൺസോളിന് അത്ര റൺ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ PC Mac'ലെല്ലാം കണക്ട് ചെയ്യുമ്പോൾ അപ് ടു 240 Hz വരെ ആ ഒരു മോണിറ്ററിൽ നമുക്ക് ലഭിക്കും. ഇത് റിലീസ് ചെയ്യുന്നത് തന്നെ പ്ലേ സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നെയിമിലാണ്. അപ്പോൾ എന്തായാലും പ്ലേ സ്റ്റേഷന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡുവൽ സെൻസ് കൺട്രോൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാർജിങ് ഹുക്കും ഈ ഒരു മോണിറ്ററിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി സ്പെക്കെല്ലാം ഞാൻ മേലെ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളതും ചെക്കൗട്ട് ചെയ്യുക. അതിൻ്റെ ഒരു പ്രൈസ് എന്താണെന്നുള്ളതൊന്നും ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. എന്തായാലും റിലീസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതിന് എന്തെങ്കിലും അപ്ഡേറ്റ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അറിയിക്കാം. ജപ്പാനിൽ പ്ലേ സ്റ്റേഷൻ്റെ പ്രൈസ് 25% വരെ അവർ കുറച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് റീജിയൻ ലോക്കാണ്. ആ ഒരു പ്ലേ സ്റ്റേഷൻ അവിടെ മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ജപ്പാനിൽ പ്ലേ സ്റ്റേഷൻ്റെ മാർക്കറ്റ് ഒന്നുകൂടി ഒന്ന് കൂട്ടാനായിരിക്കും. കാരണം അവിടെ മിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ്റെ സ്വിച്ചാണ്. സോ അതിൽ നിന്ന് ചേഞ്ച് വരുത്താനായിരിക്കും ഈ ഒരു പ്രൈസ് റിഡക്ഷൻ. ഈ ഒരു പ്രൈസ് നമ്മുടെ നാട്ടിൽ വരും എന്നാരും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വരില്ല. മേ ബി PlayStation 6 ഒക്കെ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും പ്രൈസ് കുറഞ്ഞാൽ കുറഞ്ഞു. അതുവരെ എന്തായാലും PlayStation 5ൻ്റെ പ്രൈസിൽ വലിയ മാറ്റമൊന്നും വരില്ല. ബ്ലേസ് ബ്ലൂ എന്ന് പറയുന്ന ഒരു 2D ഗെയിം അടുത്ത വർഷം ഫെബ്രുവരിയിൽ പ്ലേ സ്റ്റേഷനിൽ വരുന്നുണ്ട്. ഇവരുടെ മുന്നത്തെ ഗെയിം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, കുഴപ്പമില്ലാത്ത റിവ്യൂസൊക്കെ കാണുന്നുണ്ട്. എന്തായാലും അതിന് പുതിയൊരു പാർട്ട് ഈ ഒരു ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന ഡിസംബർ 4 എൽഡൻ റിംഗ് നൈറ്റ് ട്രെയിന് ഒരു പുതിയൊരു DLC എക്സ്പാൻഷൻ കൂടി കിട്ടുന്നുണ്ട്. ദി ഫോർസേക്കൻ ഹോളോസ് എന്നാണ് അതിൻ്റെ ഒരു പേര്. എൽഡൻ റിംഗിൻ്റെ ഡിലക്സോ അല്ലെങ്കിൽ ഒരു കളക്ടർ എഡിഷൻ വാങ്ങിച്ചവർക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടും. അല്ലാത്തവർക്ക് ഈ ഒരു DLC പാക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കണം. ഫേറ്റൽ ഫ്രെയിം 2ൻ്റെ ഒരു റീമേക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ദി ക്രിംസൺ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞിട്ട് അടുത്ത വർഷം മാർച്ച് 12 ഈ ഒരു ഗെയിം റിലീസ് ചെയ്യുന്നത്. ഒരു ഹൊറർ ജോൺറയിൽ വരുന്ന ഒരു ഗെയിമാണ്. സോ താല്പര്യമുള്ളവർ അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. 2026 ജനുവരി മുതൽ PS Plusൽ മെല്ലെ PlayStation 4ൻ്റെ ഗെയിംസ് എല്ലാം എടുത്ത് കളയും. എസ്പെഷ്യലി മന്ത്ലി ഗെയിംസിലൊന്നും PS4ൻ്റെ ഗെയിംസ് അവൈലബിൾ ആയിരിക്കില്ല. ഓൺലൈനും മൾട്ടിപ്ലെയർ സർവീസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. അതിനെക്കുറിച്ചിട്ടൊന്നും അവരൊന്നും പറഞ്ഞിട്ടില്ല. സോ അതെന്തായാലും PS4ൽ കിട്ടും. അപ്പോൾ ഇത്രയുമാണ് സ്റ്റേറ്റ് ഓഫ് പ്ലേ ജപ്പാനിൽ നിന്ന് കിട്ടിയ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ന്യൂസും അപ്ഡേറ്റ്സും. ഇത് കൂടാതെ മറ്റ് ന്യൂസ് എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് അത്ര ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് അതിൽ തോന്നിയില്ല. അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താണ്ടിരുന്നത്. ഇനി അവിടുന്ന് എക്സ്ബോക്സിൻ്റെ സൈഡിലോട്ട് നോക്കുമ്പോൾ എക്സ്ബോക്സ് ക്ലൗഡ് ഗെയിമിംഗ് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഇത്രയും പെട്ടെന്ന് ഇത് ഇന്ത്യയിൽ ലോഞ്ച് ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. എന്തായാലും ഇതോടുകൂടിയിട്ട് ഇപ്പോൾ 29 കൺട്രീസിലാണ് എക്സ്ബോക്സ് ഗെയിം പാസ് ക്ലൗഡ് ഗെയിമിംഗ് അവർ കൊണ്ടുവന്നത്. ഞാനിതൊരൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ എക്സ്ബോക്സും ഗെയിം പാസും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. മെയിനായിട്ട് ഇതിലൊരു ഇഷ്യൂ വരെ ലാഗും ലേറ്റൻസും ആണ്. അത് പയ്യെ നമുക്ക് നോക്കാം. ഇപ്പോൾ എല്ലാവരും ഒരു പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ കുറേ പേര് പറയുന്നുണ്ട്.
ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് കറക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞതിന് ശേഷം ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഒന്നും കൂടി ഒരു വീഡിയോ ഇടാം. എക്സ്ബോക്സ് കൺസോൾ മാനുഫാക്ചറിംഗ് എല്ലാം സ്റ്റോപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ള റൂമർ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ മൈക്രോസോഫ്റ്റ് കൺഫേം ചെയ്തേക്കാണ് അവരെന്തായാലും അവരൊരു മാനുഫാക്ചറിംഗ് കണ്ടിന്യൂ ചെയ്യുന്നു. ഈ മാസം നവംബർ 21 സൈലന്റ് ഹിൽ എഫ് എക്സ്ബോക്സിൽ വരുന്നത്. താല്പര്യമുള്ളവർ ചെക്കൗട്ട് ചെയ്യുക. ഞാനും ഇതുവരെ ആ ഒരു ഗെയിം ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്തവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ അവരുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത്തരം ഗെയിംസാണ് ഗെയിം പാസിൽ നവംബറിൽ റിലീസ് ചെയ്യുന്നത്. എല്ലാത്തിനും ട്രെയിലറും ഗെയിം പ്ലേ എല്ലാം കാണാൻ അത്യാവശ്യം അടിപൊളിയാണ്. പക്ഷേ ഇതിൽ തന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഗെയിം ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാം, കോൾ ഓഫ് ഡ്യൂട്ടി ബ്ലാക്ക് ഓപ്സ് 7. ആൻഡ് ഈ ഒരു ഗെയിം ഡേ 1 മുതൽ എക്സ്ബോക്സ് ഗെയിം പാസിൽ അവൈലബിൾ ആയിരിക്കും. അതായത് നവംബർ 14 മുതൽ. സോ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൾറെഡി ആ ഒരു ഗെയിം റിലീസ് ചെയ്തിട്ടുണ്ടാവും. ഇത്രയുമാണ് എക്സ്ബോക്സിന്റെ സൈഡിൽ നിന്നുള്ള ന്യൂസ്. ഇനി മറ്റു ഹാർഡ്വെയർസിന്റെ സൈഡിലോട്ട് നോക്കുമ്പോൾ സ്റ്റീം 2026 കുറച്ച് ഹാർഡ്വെയർസ് റിലീസ് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റീം മെഷീന്, സ്റ്റീം ഫ്രെയിം, സ്റ്റീം കൺട്രോളർ. സ്റ്റീം മെഷീൻ എന്ന് പറയുന്നത് സ്റ്റീം OSൽ വരുന്ന ഒരു കൺസോൾ ലൈക്ക് PC ആണ്. ഇതിൻ്റെ ഒരു ഡിസൈൻ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരു ചെറിയൊരു ബോക്സ്, ഒരു ക്യൂബിൻ്റെ ഷേപ്പിലൊക്കെ വരുന്ന ഡിസൈൻ. അതിന് കൂടാണ്ട് അതിന് നല്ല ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ എനിക്ക് അതിൻ്റെ ഒരു ഡിസൈൻ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇനി അതിൻ്റെ ഒരു ഹാർഡ്വെയർ അല്ലെങ്കിൽ സ്പെക്ക് നോക്കുമ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സ്പെക്ക് ഞാൻ മേലെ കൊടുത്തിട്ടുണ്ട്. അത്ര ഒരു മോശമില്ലാത്ത സ്പെക്കാണ്. അത്ര ഹൈ എൻഡ് സ്പെക്കൊന്നുമല്ല, കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്പെക്കൊക്കെ ഉണ്ട്. അടുത്തത് സ്റ്റീം ഫ്രെയിം എന്ന് പറഞ്ഞൊരു VR ഹെഡ്സെറ്റാണ്. ഇതും കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്പെക്ക്. ഞാൻ അങ്ങനെ VR ഒന്നും യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സ്പെക്ക് വെച്ചിട്ട് അങ്ങനെ കമ്പാരിസൺ പറയാനും പറ്റില്ല. പിന്നെ വരുന്നതാണ് സ്റ്റീം കൺട്രോളർ. ഇതിൻ്റെ ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പൊതുവെ എക്സ്ബോക്സിൻ്റെയും പ്ലേ സ്റ്റേഷൻ എല്ലാം കൺട്രോൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു എന്തൊരു വലിപ്പം കൂടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. പൊതുവെ ജോയ്സ്റ്റിക്കെല്ലാം ചെറുതായിരിക്കണം, അതൊരു കോമ്പാക്ട് സൈസിൽ നമുക്ക് കയ്യിൽ ഒതുങ്ങുന്നതായിരിക്കാനാണ് എനിക്കിഷ്ടം. ഇതിൻ്റെ സൈസ് എന്തോ എനിക്ക് ഭയങ്കര വലിയ സൈസ് പോലെയാണ് തോന്നുന്നത്. കൺട്രോളേഴ്സിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഫ്യൂച്ചേഴ്സൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. മെയിനായിട്ടുള്ള വരുന്നൊരു ഡിസൈൻ ചേഞ്ചസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഇതാണ് അതിനൊരു ഡിസൈൻ വരുന്നത്. ഇത് കൂടാണ്ട് ഇതിലൊരു HD ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അതിനൊരു എഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നെല്ലാം. അതെല്ലാം ഇത് റിലീസ് ചെയ്തിട്ട് ഇതൊരു ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ആരും ഷെയർ ചെയ്തിട്ട് നമുക്ക് നോക്കുമ്പോഴാണ് ഒന്നും ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ പറ്റുക. എന്തായാലും ഇതിനൊരു കൺട്രോളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കി രണ്ടും കാണാനൊക്കെ അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ ഒരു റിവ്യൂ എല്ലാം റിലീസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അറിയാൻ പറ്റുക. പിന്നെ ഇത് മൂന്നും ഒരുമിച്ച് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരുമിച്ച് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഡിഫറൻ്റ് ആയിരിക്കും. അതിപ്പോൾ എല്ലാ ഗെയിമായാലും ശരി, അത് പ്ലേ സ്റ്റേഷൻ ആയാലും ആപ്പിൾ ആയാലും മൈക്രോസോഫ്റ്റ് ആയാലും സാധാ ഫോൺസ് ആയാലും എല്ലാ കമ്പനീസും അവരുടെ എൻവിറോൺമെൻറ്റിൽ വരുന്ന സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഒപ്റ്റിമൈസേഷനും അതിൻ്റേതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഒക്കെ കിട്ടും. എന്തായാലും ഇതൊക്കെയാണ് സ്റ്റീമിൻ്റെ ഭാഗത്തുള്ള ഒരു ന്യൂസ്. ഇതിൻ്റെ ഒന്നും റിലീസ് ഡേറ്റ് കറക്റ്റ് അവർ പറഞ്ഞിട്ടില്ല, അതുപോലെ പ്രൈസിങ്ങും പറഞ്ഞിട്ടില്ല. അതെന്താ അറിയുന്ന പക്ഷം നിങ്ങൾ അറിയിക്കാം. എബ്സല്യൂട്ട് 3D1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാൻഡ് ഹെൽഡ് PC റിലീസ് ചെയ്യുന്നുണ്ട് ഈ മാസം. അതായത് നവംബർ 19 ഇത് റിലീസ് ചെയ്യുന്നത്. കറൻ്റ്ലി ഇത് ഗ്ലോബൽ റിലീസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കോ ഇല്ല എന്നുള്ളതെല്ലാം റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. ഇതിൻ്റെ ഡിസൈനൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ എസ്പെഷ്യലി കേരളത്തിലൊന്നും ഇതധികം ആരും വാങ്ങിക്കുമെന്നുള്ളത്. എന്തായാലും ഇതിൻ്റെ സ്പെക്കും കൂടി ഞാൻ മേലൊന്ന് കൊടുത്തിട്ടുണ്ട്. വേർ വിൻസ് മീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു RPG ഗെയിം ഫ്രീ റിലീസിന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി കഴിഞ്ഞ വർഷം ഡിസംബർ 27 ഈ ഒരു ഗെയിം ചൈനയിൽ PC മൊബൈലെല്ലാം റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗ്ലോബലി ഈ വരുന്ന നവംബർ 14 റിലീസ് ചെയ്യുന്നത്. കറൻ്റ്ലി PlayStation 5ലും വിൻഡോസിലാണ് ഇത് അവൈലബിൾ ആയിരിക്കാം. എക്സ്ബോക്സിൽ വരുമോ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് ഒന്നും ഇവർ കൊടുത്തിട്ടില്ല. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. അതിൻ്റെ ഒരു ട്രെയിലറും ഗെയിം പ്ലേ എല്ലാം. അതുകൂടാണ്ട് ഒരു ഫ്രീ ഗെയിമും കൂടെയാണ്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനും റിവ്യൂ ഒക്കെ ഇടണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഓൾറെഡി ഇപ്പോൾ 2-3 ഗെയിം ഇങ്ങനെ കളിക്കാൻ പ്ലാനിലുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇതൊന്നും പറ്റാം. എന്തായാലും നമുക്ക് നോക്കാം. ഈ നിങ്ങൾ ആരെങ്കിലും ഒരു ഗെയിം ട്രൈ ചെയ്തിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. ലൂമിനസ് എറൈസ് എന്ന് പറഞ്ഞൊരു പുസിൽ ലൈക്ക് ഗെയിം നവംബർ 11 റിലീസ് ചെയ്തത്. അത്യാവശ്യം നല്ല റിവ്യൂസ് ഒക്കെ വരുന്നുണ്ട്. മെയിനായിട്ട് ഈ ഒരു ഗെയിം VRൽ കളിക്കാനാണ് അടിപൊളി. അതിൻ്റെ ഒരു ഫുൾ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ പ്ലേ സ്റ്റേഷൻ്റെ VRൽ തന്നെ അത് കളിക്കണം. ടീമിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 1600 രൂപയും പ്ലേ സ്റ്റേഷൻ്റെ സ്റ്റോറിൽ ഇതിൻ്റെ പ്രൈസ് ഏകദേശം 3300 രൂപയാണ്. പ്ലേ സ്റ്റേഷനിൽ പ്രൈസ് ഭയങ്കര കൂടുതലാണ്. മേ ബി PS VR ഒക്കെ വേണ്ടിയുള്ള ഒരു ഒപ്റ്റിമൈസേഷനൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഇത്രയും പ്രൈസ് വരുന്നത്. ഇത് റിലീസ് ചെയ്ത അതേ ഡേറ്റിൽ, അതായത് നവംബർ 11 ഗുഡ് നൈറ്റ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊരു ഗെയിം റിലീസ് ചെയ്തത്. ഇതൊരു അഡ്വഞ്ചർ കാറ്റഗറിയിൽ വരുന്നൊരു ഗെയിമാണ്. വെറും 6 മാസം പ്രായമുള്ള ഒരു കുട്ടിക്ക് ഒരു സൈക്കിക് പവേഴ്സ് എല്ലാം ലഭിക്കുകയും അതുകൊണ്ട് തന്നെ പല സൊസൈറ്റിക്കും ഈ ഒരു പവേഴ്സ് അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണം. ഇവരെല്ലാം എതിർത്ത് ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വന്തം ഫാമിലിയോടൊപ്പം ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു കുട്ടിയുടെ കഥയായിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ജസ്റ്റ് ഒരു ഓവറോൾ സ്റ്റോറി. ഇതിന് കളിച്ചു കഴിഞ്ഞാലാണ് ഇൻഡെപ്ത് ആയിട്ട് ഇത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ
നമുക്ക് അറിയാൻ പറ്റാം. കിടിലൻ റിവ്യൂസ് ഒക്കെയാണ് ഒരു ഗെയിമിന് വരുന്നത്. പ്ലേ സ്റ്റേഷൻ സ്റ്റോറിൽ ഇതിൻ്റെ പ്രൈസ് അറൗണ്ട് 1500ഉം ടീമിൽ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 800 റുപ്പീസുമാണ്. ഓൾറെഡി ഇപ്പോൾ കൺസോൾസിലെല്ലാം നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ട്. ഇതിൻ്റെ ഇടയിലാണ് പ്ലേ സ്റ്റേഷനിലെല്ലാം ഇത്രയും പ്രൈസ് ഹൈക്ക് ചെയ്തിട്ട് ഗെയിം റിലീസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ടറിയാം എന്താ അവസ്ഥ എന്നൊക്കെ. മുന്നേ പറഞ്ഞ പോലെ കോൾ ഓഫ് ഡ്യൂട്ടി ബ്ലാക്ക് ഓപ്സ് 7 എല്ലാ പ്ലാറ്റ്ഫോമിലും നവംബർ 14 റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസും 6000 റുപ്പീസാണ്. എല്ലാ പ്ലാറ്റ്ഫോമിലും ഇതേ പ്രൈസാണ് വരുന്നത്. GTA 5 വീണ്ടും PS Plusന്റെ ലൈബ്രറി വന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി ഉണ്ടായിരുന്നു, എന്നാൽ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അത് വീണ്ടും പ്ലസിൻ്റെ ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയുമാണ് കുറച്ച് മേജർ അപ്ഡേറ്റ്സ് ന്യൂസ് എല്ലാം. ഇത് കൂടാണ്ട് ഞാൻ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതല്ലാണ്ട് ഇതിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ തെറ്റ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനിയും ഇതുപോലെ മറ്റ് വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.